ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലേക്ക് വെക്കാൻ പറ്റിയ ഒരു ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കാർഡ്ബോർഡ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് A4 ഷീറ്റാണ്. A4 ഷീറ്റ് രണ്ടാമത് സെൻട്രലായിട്ട് കട്ട് ചെയ്ത ആ ഒരു സൈസിൽ തന്നെ A4 ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമുക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് റോങ് കോളംസ് വരയ്ക്കുക. വരച്ചതിന് ശേഷം നമ്മുടെ ഡേറ്റും ടൈമും അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്ത് തീർക്കേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് കളർ പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. ഇതുപോലെ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് വേണ്ടത് ആദ്യം കട്ട് ചെയ്ത ആ കാർഡ്ബോർഡ് ഷീറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത്, അതായത് നമ്മൾ കോളംസ് റോയ്സൊക്കെ വരച്ച് ഡേറ്റ് ആൻഡ് ടൈമൊക്കെ സെറ്റ് ചെയ്ത A4 ഷീറ്റ് ഉണ്ടല്ലോ, അത് ഈ കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആ A4 ഷീറ്റിൻ്റെ മുകളിലായിട്ട് ഈ ഫ്രെയിമും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കുക. ഇതിലിപ്പം കളർ ഏതാണ് ചൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏതാണ് നല്ല കളർ എന്ന് തോന്നിയാൽ അതേപോലെ A4 ഷീറ്റ് എടുക്കുക, കളർ ഷീറ്റ് എടുക്കുക, ഇതേപോലെ ചെയ്യുക. ഡേയും ടൈമൊക്കെ സെറ്റാക്കി വെക്കുക. ഇനി ഇതിന് കുറച്ചും കൂടി ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് നല്ല അടിപൊളി സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഒട്ടിച്ച് ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇത് ഞാൻ തന്നെ വരച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാക്കിയ സ്റ്റിക്കേഴ്സാണ്, ഞാൻ വാങ്ങിയതൊന്നുമല്ല. നിങ്ങളുടെ കയ്യിൽ വാങ്ങിയതുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടി ഭംഗിയാക്കുക കേട്ടോ. എല്ലാവർക്കും ഇങ്ങനൊരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഇനിയും ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതുപോലെയുള്ള സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ പഠിക്കുന്ന നമ്മൾ സ്റ്റഡി ടേബിൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.